രാവിലെ 6 മണിക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 6:34 കൂടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്ര നിശ്ചയിച്ച രീതിയിൽ തന്നെ ആ സമയം കൃത്യസമയത്ത് തന്നെ നടക്കുന്നു. ഒരു 7:20 7:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിലേക്ക് ഹെലിപ്പാഡിൽ ഇറങ്ങും. ഇന്നലെ രാത്രി മുതൽ തന്നെ ഓരോ ഈ 100 മീറ്റർ ഗ്യാപ്പ് ഇടവിട്ടും ബിജെപിയുടെ പോസ്റ്ററുകൾ നരേന്ദ്രമോദിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ബിജെപി പോസ്റ്ററുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ഒരു വലിയൊരു സന്നാഹം തന്നെ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ അത്തരത്തിലുള്ളൊരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ 2 സുരക്ഷാ ഹെലികോപ്റ്റർ കൂടി ഉണ്ടാവും. അതിനിടയിലായിരിക്കും നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ ഉണ്ടാവുക. അങ്ങനെ 3 ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്റർ വ്യൂഹം ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഗ്രൗണ്ടിൽ പറന്നിറങ്ങും. ഈ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് വാനവ്യൂഹം ഈ ചൊവ്വലൂർ വഴി കടന്നുപോയി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് പോകുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ എത്തിക്കഴിഞ്ഞു. അല്പസമയം ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ അതിന് ഈ വിവാഹത്തിന്റെ മറ്റ് ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കും. പ്രധാനമന്ത്രി ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട്. ശ്രീവത്സത്തിലേക്ക് മടങ്ങി. ശ്രീവത്സത്തിന് ശേഷമായിരിക്കും പിന്നീട് അവിടെ നിന്ന് ശ്രീകൃഷ്ണ ഹെലിപ്പാഡിലേക്ക് പോവുക. എന്തായാലും അവിടെ നിന്നാണ് തൃപ്രയാറിലേക്ക് മടങ്ങുക. ഇവിടെ പുഷ്പവൃഷ്ടി നടത്തി അദ്ദേഹത്തെ സ്വീകരിക്കാനായി BJP പ്രവർത്തകർ റോഡിന്റെ ഇരുഭാഗത്തുമായി നിൽക്കുകയാണ്. റോഡിൽ അദ്ദേഹം തൊഴുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീരാമസ്വാമിയെ അദ്ദേഹം കണ്ടു തൊഴുകയാണ്. പ്രധാനമന്ത്രി ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായിട്ടുള്ള മീനൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂടാണ്, വെയിലാണ്. പക്ഷേ ആ വെയിലത്ത് പോലും വാഹനത്തിന് പുറത്തായി നിന്നുകൊണ്ടാണ് മോദി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത്. ഇവിടെ നിന്ന് വലപ്പാട്ട് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്കാണ് മോദി യാത്രയാവുന്നത്.